ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സൗദിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുള്ളത് അൽ ഹസൽ മുബാറസ് ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഉള്ളത്, ദമാമ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണിത്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഞാനും മക്കളും കൂടി ഞങ്ങൾ മുമ്പൊക്കെ വരാറുള്ള പാർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ഒന്ന് കുട്ടികളൊന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് നടക്കാമല്ലോ എന്നുള്ളതിൽ പോയി കുട്ടികൾ ജ്യൂസൊക്കെ കഴിച്ച്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫയറിയാൽ കട ഉണ്ട്. നമ്മൾ റൂമിൻ്റെ അടുത്ത ബിൽഡിങ്ങിൽ അതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഈ ഒരു ഫയറിയാൽ കട ഇവിടെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് റൂമിലേക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് ഐറ്റംസ് എടുക്കാണ്ടായിരുന്നു. പ്ലേറ്റ്, ഗ്ലാസ്, ബൗൾസൊക്കെ എടുക്കാണ്ടായിരുന്നു. പിന്നെ സീമോന് ബോളൊക്കെ വാങ്ങണം കളിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ബോറടിക്കാതിരിക്കാനും ഒക്കെ. പിന്നെ ഫുൾ ടൈം ടി വിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പിക്കരുതല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫയറിയാലിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇതുവരെ ഫയറിയാലിൽ പോകുമ്പോഴൊക്കെ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട് കേട്ടോ. ഓൾറെഡി മുമ്പൊക്കെ നമ്മൾ വന്നപ്പോഴൊക്കെ നമ്മളെല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫാമിലീസ് എനിക്ക് തോന്നുന്നു ഫയറിയാലിൻ്റെ ഫാനാണ് കേട്ടോ. ഈ ഗ്ലാസസ് ഇവിടുത്തെ ഹൈലൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കേട്ടോ. കാരണം ഞാൻ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും 2-3 സെറ്റ് കൊണ്ടുപോകാറുണ്ട്. നമ്മളിപ്പം 4-6 വർഷമായി നമ്മൾ സൗദിയിൽ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോൾ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ഐറ്റം ഒന്നാണ് കേട്ടോ. നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ഫാമിലിയൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇത് ഭയങ്കര വേർത്താണ്. 4, 5, 6 പീസിലൊക്കെ 100 രൂപ. ഫയറിയാൽ മീൻസ് അതും നല്ല ക്വാളിറ്റിയുള്ള നമ്മളെ കൈയുള്ള ഗ്ലാസ്സിന് ഞാൻ നാട്ടിലൊക്കെ വെറുതെ ചുമ്മാ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ 6 എണ്ണം വരുന്ന സെറ്റിനൊക്കെ നല്ല പ്രൈസാണ് കേട്ടോ. 500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. 300 സംതിങ് 400 ആ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ വെറും 5 റിയാലിനാണ് നമുക്കിത് കിട്ടുന്നത്. ഭയങ്കര വേർത്താണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സൗദിയിൽ വന്ന് പോയിട്ട് 1.5 വർഷമായി. നമ്മൾ സെയ്മൂന ഡെലിവറി ടൈമിലാണ് ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ സെയ്മൂന് 1.5 വയസ്സായി. അപ്പോൾ നമ്മൾ അന്ന് കൊണ്ടുപോയ ഗ്ലാസ്സുകളാണ് ഇപ്പോഴും വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് ഇത് ഗ്ലാസ് എടുക്കണം. അപ്പോൾ ഞാൻ 5 പീസ് വരുന്ന ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഓഫ് ഉണ്ട്. പിന്നെ വലിപ്പത്തിലുണ്ട്, ചെറുപ്പത്തിലുണ്ട്, പിന്നെ കാവ ഗ്ലാസ് ഉണ്ട്. പല ഡിസൈൻസ് മീൻസ് പല മോഡലിലും ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര വർത്തായിട്ട് നമ്മളിപ്പം സാധാരണ നമ്മളെപ്പോഴും വരുമ്പം കുറച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നിന്നിട്ടാണല്ലോ പോയത്. ഈ പ്രാവശ്യം ഞാൻ വെറും 3 മന്ത്സിലേക്കാണ് വന്നത്. സയാനിപ്പോൾ 8th-ലായല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് 3 മന്ത്സിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് റൂമിലോട്ട് വേണ്ടിയത്. അപ്പോൾ നമ്മൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. ചിലത് എല്ലാം 5 റിയാലല്ല, ചിലതൊക്കെ വ്യത്യാസമുണ്ട്. മുമ്പ് നമ്മൾ റിയാദിലൊക്കെ നിന്ന സമയത്ത് 5 റിയാൽ, അൽബാസിമിലൊക്കെ എല്ലാം 5 റിയാലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എല്ലായിടത്തും റിയാദിൽ മാർക്കം മാറിയിട്ട് ഇതൊക്കെ 5 റിയാലാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ടീ മഗ്, നല്ല അടിപൊളിയായിട്ട്. ഇത്ര ഭംഗിയുള്ള ടീ മഗ്ഗൊന്നും നമ്മളെ നാട്ടിൽ 100 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ മഗ്സ് കേട്ടോ, കോഫി മഗ്സൊക്കെ. പിന്നെ ഇതെല്ലാം ഫ്ലാസ്ക്, ഇവിടുത്തെ അറബി ട്രഡീഷണൽ വരുന്ന ഫ്ലാസ്കുകളാട്ടോ. കാരണം നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അറബി ഫാമിലീസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ മോഡൽ ഫ്ലാസ്കുകളാണ് ഉണ്ടാവുക. അതൊക്കെ പക്ഷേ 50, 1000 ആ ഒരു 1000-ലാണ് വരുന്നത് കേട്ടോ. 50 റിയാലിൻ്റെ ഇതെല്ലാം സെറാമിക് ട്രേസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റെഡും ക്രീമും നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഇവിടുത്തെ ക്രോക്കറി ഭയങ്കര 5 റിയാലിൻ്റെ നമ്മൾ മുമ്പ് ഇതൊക്കെ വരുന്നത് 5 റിയാലിനാണ് കേട്ടോ. 5 റിയാലിന് 3 പീസ്, 5 റിയാലിന് 2 പീസ്. അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ നല്ല നമുക്ക് ചെറിയ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് നല്ല ട്രേസും ബോൾസ്. ഇത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടും. അതും ഇത്രയും ക്വാളിറ്റിയിൽ 5 പീസ് വരുന്ന സെറ്റ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. നാട്ടിലില്ലാത്ത ഒരു സാധനം ഇവിടെ ഇല്ലാത്ത സാധനം നാട്ടിൽ, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരിത്. പക്ഷേങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നാട്ടിൽ നിന്ന് വാങ്ങുന്നത് തന്നെ ഇവിടുത്തെ ഒരു ക്വാളിറ്റി വേറെ തന്നെ ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും അങ്ങനെ പറയും, ഇവിടെ കിട്ടുന്ന സാധനമൊക്കെ അവിടെ കിട്ടൂലേ, പിന്നെ എന്താണെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും നമ്മൾ വന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ ഇവിടുന്ന് വാങ്ങുന്നതിൻ്റെ ക്വാളിറ്റി അത് എപ്പോഴും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. 5 റിയാൽ എന്നല്ല ഞാൻ പറയുന്നത്, സൗദിയിൽ നിന്ന്. പക്ഷേ 5 റിയാലിലും ക്വാളിറ്റിയുള്ള 5 റിയാലിന് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ
ഇത്രയും നമ്മളിപ്പോൾ വന്നിട്ട് ഒരുപാട് തവണ വന്നിട്ട് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എല്ലാം നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് 5 റിയാലിനായാലും അല്ലാതെയും നമ്മൾ വാങ്ങാറുണ്ട്. എല്ലാം 5 റിയാലിനല്ല, നമ്മൾ റെഡ് ടാഗിലും ഒക്കെ നമ്മൾ ക്രോക്കറി വാങ്ങിയ വീഡിയോസൊക്കെ നമ്മളെ ചാനലിലുണ്ട്. ഓൾറെഡി റെഡ് ടാഗിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഡിന്നർ സെറ്റൊക്കെ. ഇതൊക്കെ വന്നിട്ട് നമ്മളെ റെഡിമെയ്ഡ് ഫുഡ്സ് പാക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ ഇവിടെ ചപ്പൽസും ബാഗ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ നമ്മൾ മുമ്പുള്ള 5 റിയാലിലൊക്കെ നമുക്ക് ഡിസൈനറായിട്ടുള്ള നല്ല നല്ല ബൗൾസും സെറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഡിസൈൻ ആയിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് നല്ല ഡിസൈൻസ് വരുന്ന, അതായത് നല്ല ഫ്ലവറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഫ്ലവറിങ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ബൗൾസും സെറ്റൊക്കെ ഇവിടെ കുറവാണ് കേട്ടോ. ഇപ്പം വിൻ്റർ ആയില്ലേ, ഇവിടെ തണുപ്പ് തുടങ്ങി, അതുകൊണ്ട് അധികം തണുപ്പിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് നോക്കിയില്ല. നമ്മൾ പാർക്കിൽ നടന്നൊക്കെ പോയി തിരിച്ച് വരുമ്പോഴത്തേനൊക്കെ പിന്നെ നേരാകുമ്പോഴത്തേക്കൊക്കെ ചായ കുടിക്കാൻ വരും. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലെത്താലോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെടുത്ത് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചുവിന് ചെരുപ്പ് വാങ്ങണമായിരുന്നു പുറത്തുനിന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങി. ഇതെല്ലാം വരുന്നത് 11 റിയാൽ, 12, 13 റിയാലൊക്കെ കേട്ടോ. അതൊക്കെ ഭയങ്കര വേർത്താണ്, നമ്മളെ നാട്ടിൽ അത്ര കിട്ടൂല. അതും നല്ല ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രോക്സ് ആണ് കേട്ടോ. നല്ല നമ്മൾ ഇച്ചുവിന് നോക്കിയപ്പോൾ സെയ്മോന് നോക്കിയപ്പോൾ സൈസ് ഉണ്ടായിരുന്നില്ല. ഇച്ചുവിന് നമ്മൾ എടുത്തു കേട്ടോ. അതിൻ്റെ ഹാഷ് കളർ എടുത്തിട്ടുണ്ട്. ഈ താഴത്ത് കാണുന്ന ഒരു ആഷ് ഇല്ലേ, അതെടുത്ത്. നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു റേറ്റാന്ന് വെച്ചാൽ ചില ക്രോക്സൊക്കെ ഭയങ്കര റഫായിട്ട് കാലൊക്കെ പൊട്ടുന്ന സൈസ് ക്രോക്സൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. SM എന്നൊക്കെ ചിലത് വാങ്ങുമ്പോൾ അങ്ങനെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യല്. ചിലത് പക്ഷേ SM നല്ലതും ഉണ്ട്, അടിപൊളിയും ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് ഒരു 500 ആ ഒരു റേറ്റ് കൊടുക്കും വേണം. പക്ഷേ ഈ ഒരു റേറ്റിൽ ഇവിടുന്ന് ഇത്രയും, ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ചെരുപ്പുകൾ മക്കൾക്കും എനിക്കൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് എനിക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ അത് 20 റിയാലെങ്ങാണ്ട് വരുന്നുണ്ട്. അത് ഉണ്ടാവും, അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണത്. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കുറേ ഷോക്സും കാര്യങ്ങളും ഒക്കെ ആണുള്ളത്. പിന്നെ നമ്മൾ മുമ്പ് ഈ ഒരു 5 റിയാൽ എനിക്ക് തോന്നുന്ന കുറച്ച് കളക്ഷൻ കുറവാണ്. ഇനി വരുമോ എന്ന് അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം അല്ല വന്നത്. പിന്നെ നമ്മൾ മറ്റേ അഫൂഫിലും എല്ലാം ഉദയമാളിൻ്റെ മുമ്പിലൊക്കെ ഉള്ള 5 റിയാലിൽ ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള. ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ചെയ്യാം. മുമ്പൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ഇവിടെ. ബ്യൂട്ടി പ്രോഡക്ട്സും പിന്നെ നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചില 5 റിയാലിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക് പറയും അതൊന്നും എടുക്കരുത് പറയും. അതായത് മീൻസ് ഈ 5 റിയാലിന് എടുക്കണ്ടെന്ന് പറയും. നമ്മൾ വേറെ ഇപ്പോൾ നെസ്റ്റോന്നോ അല്ലെങ്കിൽ നമ്മൾ ഒതൈമിലൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. 5 റിയാലിന് ബ്യൂട്ടി പ്രോഡക്ട്സും ഫുഡ് ഐറ്റംസും ഒന്നും എടുക്കരുത്, കോസ്മെറ്റിക് ഐറ്റംസും ഒന്നും എടുക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എടുക്കാം. പക്ഷേ ഇവിടെ ഒരുപാട് പേര് വാങ്ങുന്നത് കാണാം കേട്ടോ. നല്ല നല്ല ലിപ് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ 2 ബൗളില്ലേ, ഈ 2 ബൗളിൽ 5 റിയാലാണ് വരുന്നത് 2 എണ്ണത്തിന്. അപ്പോൾ അങ്ങനെ ഭയങ്കര വേർത്തല്ല. പിന്നെ 3 എണ്ണം വരുന്ന പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം മേടിച്ചത് അങ്ങനെയാണ്. 3 എണ്ണം വരുന്ന ബൗള് 5 റിയാലിൽ, പ്ലേറ്റ് 3 എണ്ണം വരുന്നത്, അങ്ങനെ എല്ലാം 3 എണ്ണം വരുന്ന സെറ്റ്. 2 എണ്ണം വരുന്നതും ഉണ്ട്. പിന്നെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുന്നതുണ്ട്. പല ഓവൽ ഷേപ്പായിട്ടും സ്ക്വയർ ടൈപ്പായിട്ടും നമ്മളെ അല്ലാതെ റൗണ്ട് എല്ലാം സർക്കിൾ ടൈപ്പായിട്ടും ഒക്കെ വരുന്നതുണ്ട് കേട്ടോ. ഇതൊക്കെ ഓവലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ബൗൾസും പ്ലേറ്റും പിന്നെ ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വേണ്ടി. അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ വരുന്നതാണ്. ഇത് ഭയങ്കര ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര വേർത്താണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ മേടിക്കണം എന്നാകും. ഇത് വന്ന് അടിപൊളിയാട്ടോ. ഇത് 3 എണ്ണത്തിന് 5 റിയാലാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്, നല്ല രസമുള്ളൊരു ക്രോക്കറി ഐറ്റം. പിന്നെ ഇതെല്ലാം എന്താ പറയുന്നത്, ഫൈബറിൻ്റെ ഐറ്റംസാണ്. ഫൈബറിൻ്റെ ഇപ്പം പൊതുവെ എനിക്ക് തോന്നുന്നു ഫൈബറിൻ്റെ യൂസ് ചെയ്യൽ കുറവാണെന്ന് തോന്നുന്നുണ്ട് ആളുകൾ. നമ്മളൊക്കെ ഇപ്പോൾ കുറേ ആയി ഫൈബറിൻ്റെ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ സെറാമിക്കിൽ വരുന്നത് തന്നെയാണ് ഇപ്പോൾ ഒരുവിധം. പക്ഷേ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ നല്ല വെയിറ്റാണ്. എന്നാലും ക്രോക്കറീസിൽ സെറാമിക് തന്നെയാണ് നമ്മൾ വാങ്ങാറുള്ളത്. നമ്മൾ മറ്റേ ഫൈബറിൻ്റെ എടുക്കുമ്പോൾ വേഗം മഞ്ഞ കളറൊക്കെ വരും, മഞ്ഞയൊക്കെ വേഗം പിടിക്കും, ഒരു വൃത്തിയില്ലാത്ത കളറൊക്കെ മാറിത്തുടങ്ങും. അപ്പോൾ ക്രോക്കറീസ് എടുക്കുമ്പോൾ മറ്റേ ഇതന്നെയാണ്, പൊട്ടുന്ന ക്രോക്കറി തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പം സെയ്മൂൻ്റെ നമ്മുടെ നാട്ടിൽ സെയ്മൂൻ്റെ ഈ വണ്ടിയുണ്ട്, നമ്മൾ ലുലുന്ന് മേടിച്ച്. അപ്പോൾ അത് കണ്ടപ്പോൾ അതവനെ ഓർമ്മ ആയിട്ടുണ്ടാവും. അവൻ വേഗം കയറിയിരുന്ന് ഓട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും മേടിച്ചില്ല, ബോളൊക്കെ മേടിച്ച് കൊടുത്തു അവന്.
റൂമിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അവന് എക്സൈറ്റഡ് ആണ്. അവൻ ഫസ്റ്റ് ടൈമാണ് സൗദിയിൽ. അവന് ഞാൻ പ്രഗ്നൻസിയിൽ ഇരിക്കുമ്പം 9 മന്ത്സിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഇച്ചുവിന് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്ളോഗ് ഓൾറെഡി വന്ന പിറ്റേന്നുള്ള വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് ചാനൽ വീഡിയോസൊക്കെ ഇടയിൽ കുറവായിരുന്നു. ഇനി ഞാൻ നന്നായിട്ട് വീഡിയോ ഇട്ടാം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല അടിപൊളി ചപ്പൽസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം അറബിക് ഇവിടുത്തെ അറബിച്ചുകളില്ലേ, അറബിക് വുമൻസ് ഇടുന്ന ഇവരൊരു ട്രഡീഷൻ ചെരുപ്പുകളാണ്. വരുന്നത് 550 ഇതാവും. 1000 സംതിങ്. അത്യാവശ്യം റേറ്റിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം. വലിയ നല്ല ഭംഗിയുള്ള സ്റ്റാറ്റിക് ഷൂസ് ഒക്കെ ഉണ്ട്. ഗേൾസിനും ബോയ്സിനും കൂടുതലും ഗേൾസിൻ്റെ തോന്നിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏരിയ. ഞാൻ അടിപൊളി വീഡിയോസ് കിട്ടി ഇനിയും വരാം കേട്ടോ.